അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ഓരോ വീഡിയോയ്ക്ക് ഇങ്ങനെയൊക്കെ താഴെ കമന്റ് വരുന്നുണ്ട്, പ്രിമിക്സ് യൂസ് ചെയ്തിട്ടുള്ള കേക്കിന്റെ വീഡിയോ കാണിക്കാവുന്നുള്ളത്. അപ്പം ഇന്ന് നമ്മൾ പ്രിമിക്സ് യൂസ് ചെയ്തിട്ടുള്ള കേക്കാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി കേക്ക് ചെയ്യുമ്പോൾ ബൗൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കണമെന്നൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കഴുകി എടുത്തതാണ്, കാരണം അത് നനഞ്ഞിരിക്കുന്നതാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തേക്കുന്നത്. ആ ഒരു ബൗളിലേക്ക് നമ്മൾ പിൽസ്ബെറിയുടെ 300 ഗ്രാം പ്രിമിക്സ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് വാട്ടറാണ്, നോർമൽ വാട്ടറാണ്. ഒരു 50 ml വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കേക്ക് ജെല്ലാണ്. ഇതൊരു 8 ഗ്രാം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കേക്ക് ജെല്ലാണ് കേട്ടോ ഈ ഒരു ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ഇത്രയും ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ലോ സ്പീഡിലൊന്നും അല്ല ബീറ്റ് ചെയ്യുന്നത്, ഹൈ സ്പീഡിലിട്ട് തന്നെ ഫുള്ളായിട്ട് ബീറ്റ് ചെയ്യുക. അതിന്റെ ബീറ്റ് ചെയ്ത് അതിന്റെ കളർ ചേഞ്ച് വന്ന് നമുക്കത് കാണാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും നല്ല ഫ്ലഫി ആയിട്ട് അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കുറച്ചുകൂടി ഒരു ചോക്ലേറ്റ് കളറിലേക്ക് മാറും. അപ്പൊ ആ ഒരു സമയം വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റ് വരെയൊക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്യുന്നത്. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ചിലപ്പോൾ വോയിസ് അത്ര ക്ലിയർ ആയിരിക്കത്തില്ല കേട്ടോ. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്യണം. ഒരു 20 ml ഓയിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ഈ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് ബീറ്റ് ചെയ്യല്, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് ഒന്നുകൂടി ആ ഒരു സ്പാച്ചില വെച്ച് മിക്സ് ചെയ്ത് ഇതേപോലെ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നോർമലി കേക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 550 ഗ്രാമിന് മുകളിൽ ബാറ്റർ വെയിറ്റ് വരണമെന്ന്. ഇതിപ്പോ ഏകദേശം ഒരു 575 ഗ്രാമോളം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വെച്ചു. അപ്പൊ ഇതിന്റെ കൂടെ ഒരു വൈറ്റ് സ്പഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് മാത്രമായിട്ട് ഓവനകത്ത് ഇരിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തേക്കുന്നത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതാണ് ഈ ഒരു സ്പഞ്ച് ചെയ്തേക്കുന്നത്. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. സ്പഞ്ചൊക്കെ നല്ല അടിപൊളി സ്പഞ്ചാണ്, ടേസ്റ്റ് വൈസ് ആയാലും നല്ലതാണ്. പക്ഷെ ഇതൊരിക്കലും ഹോം മെയ്ഡ് അല്ല, ബേക്കറി സ്റ്റൈലാണ്. അപ്പൊ നിങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഹോം മെയ്ഡ് കേക്ക് സെയിൽ ചെയ്യുന്നവർ ഒരിക്കലും ഈ ഒരു റെസിപ്പി വെച്ച് കേക്ക് കസ്റ്റമറിന് കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതുവരെ ഇടാതിരുന്നത്. പിന്നെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ ഒരിക്കലും ഇത് സെയിൽ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യത്തുമില്ല. അപ്പൊ ഇതെന്തായാലും ഇപ്പൊ നമ്മുടെ വീട്ടിലാരെങ്കിലും ഒക്കെ കഴിച്ചു തീർക്കും ഇത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.